ഞായറാഴ്ച കാലത്ത് കളയ്ക്കാമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞേ ഇതുപോലെ പൂവൊന്നും ഉണ്ടാവില്ലാന്ന്. പക്ഷെ നോക്കിയേ, അടിപൊളിയായിട്ട് പൂക്കളുണ്ടായി. പൂക്കൾ നിൽക്കുന്ന കാണാൻ ഭംഗിയുണ്ട്. പൂക്കളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഭംഗിയുണ്ടോന്ന് ചോദിച്ചാൽ, ഇന്നത്തെ വിളവെടുപ്പില് ആദ്യം ഉദ്ഘാടനം ഇതൊരു കുത്ത് കിട്ടിയിട്ടുണ്ട്. വർഷകാലത്ത് ചാണിറക്കി തെറ്റ് ശാന്തമായി. അതല്ലേ നമ്മുടെ ഈ പച്ചക്കറിയുടെ ഇടകൂടെയൊക്കെ നടക്കുമ്പോ മനസ്സ് ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിളാണ്. ഉള്ളിനാട്ടില് ഇതിങ്ങനെയായിട്ട് വെറുതെ അങ്ങനെ നമ്മുടെ ഞായറാഴ്ച കാലത്ത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് മോശപ്പെട്ടില്ലേ അല്ലേ സരിത? കണ്ട മുഴുത്തുള്ളിയാണ്. നമ്മൾ ഉള്ളി കൃഷി ചെയ്യേണ്ട ടൈമൊക്കെ എപ്പോഴും, അതായത് മഴ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ചെയ്യാം. അപ്പോൾ ഞാൻ മുഴുത്തുള്ളി ഇന്ന് ഞായറാഴ്ച കേട്ടാ, ഞായറാഴ്ച കാലത്ത് കളയ്ക്കാമെന്ന് നോക്കാം. ഉള്ളി നമ്മൾ സാധാരണ ചിലപ്പോൾ നമ്മൾ കുഞ്ഞു ഉള്ളികളെടുക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ളി വേണ്ട, നല്ല വലിപ്പമുള്ള ഉള്ളി എടുക്കണം. നടുന്നതിന് മുമ്പ് കുറച്ച് വെള്ളത്തിൽ നട്ട് വയ്ക്കുക കേട്ടാ. ഉള്ളി നടത്താണെന്ന് അവിടെ ഇരിക്കട്ടെ. ഞാൻ ഉള്ളി നടുന്നത് ഇവിടെയാണ് നടുന്നത് കേട്ടോ. ഇവിടെ ആദ്യം കൊത്തി കളയ്ക്കണം. പച്ചക്കറി പൊട്ടിക്ക അല്ല, അച്ഛനെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഇതെന്തുട്ടത്? ഇതാ വെട്ടുകല്ല. വെട്ടുകല്ല്. ഇതാണോ പൂച്ചമുറി? ചെങ്കല്ലേ? വെട്ടുകല്ലും ചെങ്കല്ലൊക്കെ ഒന്ന് തന്നെ. പക്ഷെ അതിന്റെ പാളികളില്ലേ, ഇത്ര കനം കുറഞ്ഞ പാളികളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് ഒട്ടിച്ചേക്കണം. ഇത് വീട് പണിയാനായിട്ടുള്ള ഇഷ്ടികയില്ലേ, ഇഷ്ടിക ഇത് ഉപയോഗിച്ചിട്ട് ആളുകൾ വീട് പണിയും, ഈ വെട്ടുകല്ല് ഉപയോഗിച്ചിട്ട്. എന്തിട്ട് വെട്ടുകല്ല് വേണേ? ഈ കല്ല് വേണമെങ്കിലാ. ഈ ഒരു കല്ല് കിട്ടിയിട്ട് എന്തിട്ട് ചെയ്യാനാ? ഞായറാഴ്ച കാരണം അല്ലേട്ടൻ അവിടെ നനച്ചു തുടങ്ങി, കള തുടങ്ങാറായി. ഞായറാഴ്ച ആയി കാരണം നനച്ചു തുടങ്ങിയത്, ബാക്കി ദിവസം നനയ്ക്കില്ലേ? അല്ല, ഞായറാഴ്ച വേറെ സ്ഥലത്തേക്ക് പോകാനൊന്നുമില്ലല്ലോ. ഞായറാഴ്ച അല്ല രണ്ട് പണിയൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ ഞായറാഴ്ച പണി ഉണ്ടായിരുന്നല്ലോ. എന്നാലും കുറേ സാധനങ്ങളൊക്കെ നടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ല, തടങ്ങൾ ശരിയാക്കി വയ്ക്കണു. തടങ്ങളെല്ലാം ശരിയാക്കി വെച്ചിട്ട് തയ്യും വിത്തൊക്കെ വാങ്ങിക്കാനാണെന്ന് പറഞ്ഞത്. അപ്പോൾ വാങ്ങിച്ച് കൊണ്ടുവരുന്നതോടുകൂടി എല്ലാതും അങ്ങോട്ട് നട്ട് തീർക്കാമല്ലോ. അപ്പോൾ ഇപ്പം അല്ല ഞാൻ 3 സ്ഥലത്ത് ഈ പണിക്ക് പോകണമല്ലോ. കൊക്കാലയ്ക്ക് പോകണം, മുളകുത്താവിൽ പോകണം, ചാലക്കുടിയിൽ ചിലപ്പോൾ. ചാലക്കുടി അല്ലേ? ചാലക്കുടി. അപ്പോൾ ഈ 3 സ്ഥലത്ത് ഓടി നടന്ന് പണിയായോടുകൂടി തീരെ സമയമില്ല. അപ്പോൾ അത് കാരണം ചിലപ്പോൾ അല്ലാതെ തൈകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകുന്നു. അത് കാരണം ആളിപ്പോൾ തടങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് തടങ്ങൾ ശരിയാക്കി കൊണ്ടിരിക്കുക ഈ പറമ്പിൽ കേട്ടാ. പിന്നെ വീടിൻ്റെ ബാക്കിലത്തെ ഭാഗം കംപ്ലീറ്റ് പുല്ലും കാടും പിടിച്ച് കിടക്കുക. ഞങ്ങൾ എൻ്റെ ഓർമ്മയിലില്ല, അല്ലഞ്ചേട്ടൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗം ആ കൃഷിസ്ഥലം ഇങ്ങനെ പുല്ല് പിടിച്ച് കിടന്നൊരു ടൈം. ഏറ്റവും ക്ലീനായിട്ട് ഏറ്റവും കൂടുതൽ പച്ചക്കറിയും നല്ലോണം ഉണ്ടായി നിൽക്കണതും അല്ലഞ്ചേട്ടൻ്റെ പറമ്പിലായിരുന്നു. കുറേ സാധനങ്ങൾ പൊട്ടിക്കാൻ വന്നേക്കാം. വാട ജഗ്ഗോ നമുക്ക് പൊട്ടിക്കാം. അച്ഛനവിടെ ഉള്ളി നട്ടോട്ടെ. ഒരു വലിയൊരു തെറ്റെനിക്ക് പറ്റിയത് ഞാൻ സമ്മതിക്കുന്നു. ഇവിടെ ഇത് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞേ ഇതുപോലെ പൂവൊന്നും ഉണ്ടാവില്ല എന്ന്, ഇവിടെ തണലായതുകൊണ്ട്. പക്ഷെ നോക്കിയേ, അടിപൊളിയായിട്ട് പൂക്കളുണ്ടായി. അത് ഇങ്ങനെ മോളിക്ക് പോകും തോറും കനം വെക്കുമ്പോഴേ ഈ പൂക്കൾക്കൊക്കെ നല്ല വെയിറ്റ് ഇല്ലേ, ആ വെയിറ്റ് കൊണ്ട് ദേ ചിലതൊക്കെ മറിഞ്ഞ് എടുക്കുന്നുണ്ട്. അവിടെ വഴിയിൽ അവിടെ നിന്ന് അവിടേക്ക് നട്ടത് എല്ലാതും വീണു. ഇത് പിന്നെയും കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ കുറേ സമയം പകല് നല്ല വെയിലാട്ടം കിടുക. ഉച്ച തൊട്ട് ഇവിടെ വെയിലില്ല, ഉച്ച വരെ ഇതിന് നല്ല വെയിലുണ്ട്. നല്ല ഭംഗിയായി ഭംഗിയായി പൂക്കളായിട്ട് ഭംഗിയായി. അല്ല, പൂക്കളുടെ ഇടയിലേ നിൽക്കാനായിട്ട് നല്ല ഭംഗിയാണ് കടാ. പൂക്കൾ നിൽക്കുന്ന കാണാൻ ഭംഗിയുണ്ട്. പൂക്കളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഭംഗിയുണ്ടോന്ന് ചോദിച്ചാ അതെ, ഇത്തിരി കൂടി അടുപ്പിച്ച് വെക്കേണ്ടതായിരുന്നു. അപ്പൊ ഈ മറ്റേ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ, അല്ല ചെണ്ടുമല്ലി കൃഷിയൊക്കെ ചെയ്യുന്ന പോലെ ഇതിപ്പോ അകലം കൂടി. അയ്യോ, അതേത് സിനിമയിലാ പാട്ടിലാ അങ്ങനെയുള്ളത്? ഇതിൻ്റെ ഇടയിൽ കൂടെ
അമ്പാടിപ്പയ്യുകൾ മേയും കാണാ തീരത്ത് അതിലങ്ങനെയല്ലേ ആ ചെണ്ടുമല്ലിയുടെ അതേ സൂര്യകാന്തിയുടെ ഇടയില അതുകൊണ്ട് അതുകൊണ്ട് ഏതിന്റെ ഇടയിലാണ് അപ്പൊ പൊട്ടിക്കട്ടെ പൊട്ടിച്ചോ. ഞാനിത് വന്നപ്പോ ഞാൻ പറയുന്നത് അത് പീച്ചിങ്ങ ആ ബീച്ചിങ് മൂത്തു തരുതാ. ആ അവരെ മൂത്തു ദീ ബീച്ചിങ് പൊട്ടിച്ചു. അല്ല അത് പൊട്ടിക്കാം. ആ ചെറുേട്ടൻ്റെ നോക്കി ഇതിനേക്കാളും വലിപ്പത്തിൽ അവര് പൊട്ടിച്ചിട്ടില്ലേ? അല്ലേ കത്തര താഴെ. ഇന്നത്തെ വിളവെടുപ്പില് ആദ്യം ഉദ്ഘാടനം. അത് ഇത്തിരി മൂത്തുണ്ടെന്ന് തോന്നിട്ടാ. സാരില്ല, മൂത്താലും ഇതിന്റെ തൊലി മാത്രം, ഉള്ളില് വലിയ ഇതുണ്ടാവില്ല. അത് കളഞ്ഞിട്ട് കൂട്ടാൻ വയ്ക്കാലോ. രണ്ട് ചള്ളും പൊട്ടിച്ചോ ഇതൊക്കെ? അയ്യോ അത് ഇത്തിരി കൂടി ആവാണ്ട് ചേട്ടാ, അത് കുറച്ചും കൂടി ആവണം. അല്ല ഇത് അത് കുറച്ചുകൂടി ആവണം. അത് പൊട്ടിയാറായിട്ടില്ലേ? ഇത് പൊട്ടിയാറായിട്ടില്ലേ? ഇനി കയ്പക്കായ ഏറ്റവും സന്തോഷം കിട്ടുന്ന വിളവെടുപ്പ് കടാ. വെള്ളക്ക് കയ്പ് കുറവ്, കരിയും പച്ച കളറിലിരിക്കില്ലേ, അതിനാണ് കയ്പ് കൂടുതൽ. ഇതൊരു കുത്ത് കിട്ടിയിട്ടുണ്ട്, ഉള്ളില് പഴുത്തുടങ്ങി. അത്ര ഇനി വലുതാവുള്ളോ? ഈ 3 പൊട്ടിച്ചാ മതിയാ? 4 പൊട്ടിക്കണ്ടാവും. 4 ഇത് പൊട്ടി. അയ്യോ ഇത് ഇനി വലുതാവുന്നോണു. പൊട്ടിക്കണ്ട. ഇതിന് പിന്നെ ഒരെണ്ണത്തിന് മറ്റേ എന്താ പറയാ ചേട്ടൻ രക്തസാക്ഷിയാ, ഒരു ചാവേറായിട്ട് ഒരെണ്ണത്തിന് നിർത്തിയേക്കാ പ്രാണികൾക്ക് തിന്നാനായിട്ട്. അതെ, കുത്താൻ വരുന്നവരൊക്കെ അപ്പൊ ബാക്കിയുള്ളവർക്ക് നോക്കാണ്ട് ഇതിനെ വന്ന് കുത്തിപ്പോക്കോട്ടെ വെച്ചിട്ട് കുറെ കുത്തുകൾ കിട്ടിയ ആള് നിക്കാണ് അവിടെ. അതിന് മാത്രം കവർ കെട്ടിയില്ല, ബാക്കി എല്ലാത്തിനും കവർ കെട്ടി. ഇതൊക്കെ ഇപ്പൊ അഴിച്ചതാ പൊട്ടിക്കാറായപ്പോ. ഇത് ഇത്തിരി കൂടി വലുതാവും തോന്നുന്നു, കുറച്ചുകൂടി വലുതാവും വണ്ണം വെക്കുന്നോണ്ട്. കോവക്കായിന്റെ അവിടെ ചിലപ്പോ വലുതായി തുടങ്ങിയിട്ടാ കണ്ട. കോവക്കായി ചിലപ്പോ ഉണ്ടാവുന്നു. ആ ദേ പക്ഷെ ഒരെണ്ണം നാശായി. കുറച്ച് കോവയ്ക്കുണ്ടല്ലോ പൊട്ടിക്കാൻ. ഇല്ല അല്ലേ, ഒരെണ്ണം തന്നെ ഉള്ളൂ. ഇതിൻ്റെ ഇടയിലൊരു കയ്പക്കായ വലുതായി ഉണ്ട്. 2 കോവയ്ക്ക് കിട്ടുള്ളൂ, ബാക്കിയുള്ളൊക്കെ ഇനി വലുതായിട്ട് വേണം. നമ്മളിവിടെ കൊത്തി കളച്ചുവിട്ടാ നന്നായി മണ്ണിളക്കം വേണം. പിന്നെ ഈ ഉള്ളി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പുല്ല് പാടില്ല. നല്ല മണ്ണിളക്കം വേണം. പൊടി മണ്ണാണ് കണ്ട, ഇങ്ങനത്തെ മണ്ണ് കണ്ട, നല്ല മണ്ണാണിത്. എന്നിട്ട് ഇതൊന്ന് തട്ടി നിരത്തണം. ഈ ചാണപ്പൊടി എടുക്കണം, ചാണപ്പൊടി. അല്ല ചേട്ടാ, ചാണം ഇറക്കിയ ചാണം വന്നില്ല അയാൾക്ക്. ഇന്നലെ വരാന്ന് പറഞ്ഞായിരുന്നു ചാണം. നാളെ വരില്ല, തിങ്കളാഴ്ച. ഈ പച്ചമുളക് അത്ര ഭയങ്കര എരിവെന്ന് പറയാനില്ല അല്ലേ? എരിവുണ്ടല്ലേ? നമുക്ക് കാണുമ്പോ ചട്നി അരയ്ക്കുമ്പോഴൊക്കെ അത് കാരണം ടേസ്റ്റ് ഉണ്ട്. മഴക്കാരായി തുടങ്ങിയില്ല. ഞായറാഴ്ച കാലത്ത് തന്നെ മഴ പെയ്യൂ. മഴ എല്ലാ ദിവസവും മഴക്കാർ വരും, എന്നിട്ട് പെയ്യില്ല. വെണ്ടക്കായ ഇന്നലെ പൊട്ടിച്ച കാരണം വെണ്ടക്കായുടെ വിളവെടുപ്പ് കാണിക്കാൻ പറ്റില്ല. ഇന്നലെ മുഴുവൻ പൊട്ടിച്ചു കഴിഞ്ഞു. കുറേ വെണ്ടക്കായ ഉണ്ടായിരുന്നു, സജീവിനൊക്കെ കൊടുത്തു വെണ്ടക്കായ. പിന്നെ കുറേ ചീര. ചാണം എടുക്കട്ടെ കേട്ടാ. അതേ, ഒരു തുണ്ട് ചാണം പോലും പുറത്തേക്ക് പോയില്ല. എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞു, വർഷകാലത്ത് ചാണം ഇറക്കിയ നീ എന്തൊരു വിഡ്ഢിയാണെന്ന്. പക്ഷേ ഒരു തുണ്ട് ചാണം പോലും പുറത്തേക്ക് പോയില്ല. ഇപ്പം ഉണങ്ങി. അപ്പോഴും തെറ്റുപറ്റിയത് സമ്മതിക്കായിരിക്കോട്ടാ. തെറ്റുപറ്റിയത് അപ്പോഴും സമ്മതിക്കായിരിക്കുമെന്ന്. പിന്നെ തെറ്റുപറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെന്തിനാ ഇപ്പം അങ്ങനെ പറയണ? എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞു. പക്ഷെ അത് ചാണം ഒന്നും പുറത്തേക്ക് പോയില്ലാന്ന്. വർഷകാലത്ത് ചാണം ഇറക്കിയത് തെറ്റ്, മനസ്സിലായോ? വർഷകാലത്ത് ചാണം ഇറക്കാൻ പാടില്ല. പിന്നെന്തിട്ട് ചേട്ടാ ഉദ്ദേശിക്കണതുകൊണ്ട്? പിന്നെന്തിട്ടാ ഉദ്ദേശിക്കണം? അല്ല, ചാണം ഒന്നും പോയില്ലേ. ചാണം എന്നിട്ട് ചാണപ്പൊടി കൊണ്ട് ഇടുന്നു കേട്ടോ. ഒരു 3 ബക്കറ്റ് കൂടി വേണം. ചാണത്തിന് കൂടുതലായിക്കോട്ടെ. രാഗിയുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ രാഗിയുടെ അടുത്തേക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ കാണും, നമ്മുടെ വീഡിയോകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലത്തെ ഒരു കുട്ടി, ടീന എന്ന് പറയുന്ന കുട്ടി, നല്ല ഭയങ്കര കുറേ കഴിവുകളൊക്കെ ഉള്ളൊരു കുട്ടിയാട്ടാ. കുറേ ഡാൻസും പിന്നെ ACV-യിലല്ലേ ന്യൂസ് റീഡർ എന്ന് പറഞ്ഞത്. ACV-യിൽ ന്യൂസ് റീഡർ ആണെന്നല്ലേ പറഞ്ഞേ. അങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി. അപ്പോൾ ആ കുട്ടി പറയാ നമ്മുടെ വീഡിയോ നല്ല ഇഷ്ടമാണ്, ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും
തല്ലൂടണ പോലെ ഇങ്ങനെ സംസാരിക്കില്ല. തല്ലൂടല്ല, എന്തെങ്കിലും പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഞാൻ കാണുമ്പോൾ പറയും, അല്ലെങ്കിൽ ഞാൻ ചെയ്യണത് ഇഷ്ടപ്പെടാത്ത ചേട്ടൻ പറയും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് തർക്കം. അപ്പം ആ കുട്ടിയും അതിൻ്റെ ഹസ്ബൻഡും അങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് അത്ര എപ്പോഴും. അപ്പം അത് കാരണം അവരെ പോലെ തന്നെ തോന്നും. അപ്പം ഭയങ്കര ഇഷ്ടമാണ്. ആ കുട്ടി ശരിക്കും പേടിച്ചു. ചേട്ടാ അതിനോട് പറയണേ, ഞാൻ നിന്നും കൊണ്ട് ഊട്ടിയിലേക്ക് ടൂർ പോയിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ ഞെട്ടി നിൽക്കുക. പെട്ടെന്ന് അതിന് ടെൻഷനായി തോന്നുന്നുണ്ട്. ഈ മനുഷ്യത് എന്തിട്ടൊക്കെ പറയും. ഈ എല്ലാവരും പെട്ടെന്ന് ഒരു നിമിഷം സ്റ്റക്കായി. കാരണം അതിനോട് വീട് എവിടെയാന്ന് ചോദിച്ചു ചേട്ടൻ. ആ വീട് എവിടെയാന്ന് ചോദിച്ചപ്പോ എവിടെയാ പറഞ്ഞേ? വീട് കുട്ടനല്ലൂര്. അപ്പൊ കുട്ടനല്ലൂര് എവിടെ? അപ്പൊ പറഞ്ഞു വന്നപ്പോ ചേട്ടന് പരിചയമുള്ള ആൾക്കാരാ. അപ്പഴാ പറഞ്ഞേ, ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഊട്ടിയിലേക്ക്. നിന്നെയും കൊണ്ട് ഊട്ടിയിലേക്ക് പോയിട്ടുണ്ട് ടൂറിന്ന്. അപ്പൊ എല്ലാവരും ബാക്കിയുള്ള ഫ്രണ്ട്സും രാഗിയും എല്ലാവരും ഒരു നിമിഷം സ്റ്റക്കായി നിൽക്കുക. പിന്നെയാണ് ബാക്കി പറഞ്ഞത്. പണ്ട് ടാറ്റാ സുമി ഉണ്ടായ സമയത്ത് ഈ കുട്ടിക്ക് വല്ല ചെറിയ കുട്ടി 5-10 വയസ്സാ. ഇവളുടെ അച്ഛൻ, പിന്നെ അനിയൻ, പിന്നെ കുറച്ച് ബന്ധുക്കള്, അവിടെയുള്ള ബന്ധുക്കളെ കൂടിയിട്ട് ആ കുട്ടിക്ക് അനിയനും അനിയത്തിയും ഉണ്ട്. ഒരു 5-8 പേരും കൂടിയിട്ട് ഞാൻ ഊട്ടിയിലേക്ക് ഡ്രൈവറിനെ നടന്നിട്ട് ബാക്കി പിന്നീട് പറയണേ. ഞാൻ ടൂർ കൊണ്ടുപോയിട്ടുണ്ട് അന്ന്. അപ്പോഴാണ് മനസ്സിലായത് ചെറിയ പിള്ളേരായിരുന്നു. അപ്പൊ അവര് റിലാക്സ് ആയി. അതെ, സമാധാനമായപ്പോ ശാന്തമായി. അതല്ലേ നമ്മുടെ ഈ പച്ചക്കറിയുടെ ഇടകൂടെ ഒക്കെ നടക്കുമ്പോ മനസ്സ് ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഭംഗിയിലെല്ലാം ആയിപ്പോളേ. ഇനി വേണ്ട ചാണപ്പൊടി ഇത്രയും മതി. കണ്ട ഇത്രയ്ക്ക് ആക്കി നീ കായ്ക്കോട്ടെ വേണമെന്ന് വെച്ചേക്കുവോ. ഇനി ഇതിന് മീതെ മണ്ണൊന്ന് ചെറുതായിട്ട് തൂളിച്ചിട്ട് ഉള്ളി നടാം. അപ്പോൾ വളമായി കണ്ട, നല്ല ഉള്ളിക്ക് നല്ല വളമാണ് ചാണപ്പൊടി. അപ്പോൾ പിന്നെ അതിങ്ങനെ ചെറുതായിട്ടൊന്ന് മണ്ണ്. സിമ്പിളാണ് ഉള്ളി നടല് കേട്ടോ, സിമ്പിൾ. നമുക്ക് ഉള്ളി കിട്ടിയില്ലെങ്കിൽ ഉള്ളി തണ്ട് കിട്ടും ഇഷ്ടം പോലെ. ഉള്ളി തണ്ട് ഏറ്റവും കരനാണ് വീട്ടിലുണ്ടാണ് കേട്ടാ. എന്നിട്ടാ പൊടിയുന്നത് സരിത? വഴുതനങ്ങ. പിന്നെയുള്ളത് വലുതാവണുള്ളൂ. ഇനി പയർ പൊട്ടിച്ചോ സരിത? പൊട്ടിക്കാം. ഉള്ളിക്ക് നല്ല വെയിൽ വേണം കേട്ടോ, അത്യാവശ്യം വെയിൽ വേണം. അപ്പോൾ കടയ്ക്ക ഉണ്ടാവുക. അല്ലേട്ടനാണ് ഇവിടുത്തെ ഉള്ളി കൃഷിയിലത്തെ രാജാവ് അല്ലേ സരിത? അത്രയ്ക്കധികം ഉള്ളി അല്ലേട്ടനുണ്ട്. നമ്മൾ ആ ഉള്ളി എല്ലാം പറിച്ചിട്ട് പോർക്കറച്ചിയും കൂടിയിട്ട് എല്ലാവരും കൂടി അവിടെ വെച്ച് ഓർമ്മയുണ്ട് സരിത? കണ്ടമാനം ഉള്ളി. അപ്പം അന്ന് ഒരാൾ കമൻ്റ് ഇട്ടുണ്ടായിരുന്നു. അല്ല ഞാൻ പറയും, നമ്മളോടൊക്കെ പറയും, വേണമെങ്കിൽ ഉള്ളിയൊക്കെ പറിച്ചു കൊണ്ടുപോകട്ടെ, അത് ഇനി കുറേ നാൾ കഴിഞ്ഞാൽ ഉള്ളി കിട്ടിയില്ലേ എന്ന് പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ പോയിട്ട് ഉള്ളി പറിച്ചു കൊണ്ടുപോകും. അപ്പോൾ അതിൽ നമ്മുടെ വീഡിയോയിൽ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലേട്ടൻ ശക്തൻ മാർക്കറ്റിൽ ഉള്ളി വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതായത് ഇവിടുത്തെ ഉള്ളി മുഴുവൻ ഞങ്ങൾ പറിച്ചു കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് ഉള്ളിക്ക് അല്ലേട്ടൻ ശക്തൻ മാർക്കറ്റിൽ ഉള്ളി വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടെന്ന്. അങ്ങനെ അല്ല ചേട്ടാ, എല്ലാ സാധനങ്ങളും ഉണ്ടാവുമ്പോൾ അങ്ങനെ തന്നെയാ. ഒറ്റ സാധനം പൊട്ടിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരുമൊന്നുമില്ല. ഇന്ന സാധനം ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിന് വന്ന് പൊട്ടിച്ചോണ്ടൊക്കെ വന്ന് പറയും. പയർ പ്രാവശ്യം ചൂവായില്ല അല്ലേ? ഇത് പൊടി അവിടേക്ക് എങ്ങനെ എന്റെ കയ്യെത്താ? പയറുണ്ട്. അപ്പൊ ഞാൻ ഇത് പൊട്ടിക്കുമ്പോ പറഞ്ഞു അത് പൊട്ടിക്കാൻ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയതാ. ഇതിപ്പോ മറ്റേ കീലകത്തിലത്തെ തിലകന്റെ രേവതി പറഞ്ഞ പോലെ ഞാൻ അവിടെ വരേക്ക് പൊട്ടിച്ച് നിൽക്കുമ്പോ പറഞ്ഞു, ദേ ഇവിടെ നിൽക്കണം, ഇത് വന്ന് പൊട്ടിക്കുന്നു പറഞ്ഞു. അപ്പഴാ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അപ്പൊ പറയാം, ദേ അവിടെ നിൽക്കണു. എന്നാലും കൂട്ടാനുള്ള പയർ കിട്ടും. അല്ല ചില റേറ്റ് ഇന്നലെ നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴോ ഓട്ടോറിക്ഷയിൽ 4 കിലോ പയർ 100 രൂപ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഈ ചണ്ടി പയറി. അല്ലാണ്ട് നല്ല പയറൊക്കെ 1 കിലോ പയറിന് 60-70 വില. പിന്നെ 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റാ? 4 കിലോ 100 രൂപ എന്നുള്ളോട്ടാ. ആ ഓട്ടോയില് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട് വിൽക്കാൻ. സബോളയോ? അപ്പൊ ചിലപ്പോ വേറെ സബോളയും കിട്ടില്ലേ 4 കിലോ? ഇത്തിരി ഒരു വണ്ണുള്ള ഒരു പയറ് കിട്ടി. പയറിന്ന്
ഇറങ്ങി വണ്ണോറ അതല്ല പറയണേ, എന്തോ സംഭവിച്ചു, പയറുകളൊന്നും വണ്ണം വെക്കണില്ല. ഇതേട്ടാ തടം കുറല് കഴിഞ്ഞു കേട്ടാ. ഇനി നമുക്ക് ഉള്ളി നടാം. ഇതിലേക്ക് ചെറിയ ചെറിയ പുല്ലുകളുണ്ടാവും, ആ പുല്ലൊക്കെ കളയണം കേട്ടാ. നമ്മുടെ വെള്ളത്തിൽ കുറച്ച് നേരം കേട്ടാ ഇങ്ങനെ ആക്കി വെച്ചു, വെള്ളം കളയാം. കണ്ട നല്ല മുഴുത്ത ഉള്ളികളാണ് കേട്ടാ. സിമ്പിളാണ് ഉള്ളി നടൽ. ഇതിങ്ങനെയായിട്ട് വെറുതെ കേട്ടാ ഒന്നും ചെയ്യണ്ട, കൃത്യമായിട്ടുള്ള അകലത്തിൽ നമ്മൾ നട്ടുപോയാൽ മതി. വലിയ പ്രത്യേകിച്ച് പരിപാലനമൊന്നും വേണ്ട ഉള്ളിക്ക്. ബാക്കിയുള്ള വിളകളെ പോലെ കേട് വരൽ കുറവാണ്. മഴ പിടിക്കാണ്ടിരുന്നാൽ മതി. വശം മുകളിലേക്കിട്ടാ അതിൻ്റെ മൊനയില്ലേ വേരുള്ള ഭാഗമില്ലേ കണ്ട നോക്കി കണ്ട, ഇതിന് വേരുള്ള ഭാഗം കട അതടിയിലേക്കായിട്ട്. അപ്പോൾ ശരിക്ക് സരിതിക്ക് 2 ഉള്ളി നടണം അറിയും വേണ്ട, ഞാൻ പയർ പൊട്ടിക്കല്ലേ. എണ്ണിട്ടെന്നല്ല കൊണ്ടുവന്നത് സരിതേ, കറക്റ്റാണെന്ന് കൊണ്ട് ഉള്ളി ഇങ്ങനെ മുകളിലേക്കാണ്ട് ഫുള്ളായിട്ട് ഇരിക്കണ്ട. അത് മണ്ണ് ഒന്ന് തട്ടി കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല നായ്ക്കളൊക്കെ അതിൽ ഓടിക്കഴിഞ്ഞില്ലേ ഇളകുത് സാധനം. അപ്പോൾ ഒന്ന് മൂടിയിട്ട് കൊടുത്തോ. ഇനി ആവശ്യത്തിന് ഇപ്പോൾ മഴക്കാരുണ്ട്, എല്ലാ ദിവസവും നനയ്ക്കേണ്ട. ഒരു ഒന്നരടം വെറുതെ ഒന്ന് തുളിച്ച് നനച്ച് കൊടുക്കണം. ഇപ്പോൾ നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഉള്ളിക്ക് നനവുണ്ടല്ലോ. വേണ്ട നനച്ച് കൊടുക്കാം അല്ലേ, നനച്ച് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇത് കുറച്ച് പയറ് നല്ലത് കിട്ടി, 2-3 എണ്ണം കണ്ട, ഒത്തിരി വെണ്ണം വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ ശോഷിച്ച സാധനങ്ങൾ. കുഴപ്പമില്ല സരിതേ, അതൊക്കെ അടിപൊളി സാധനമല്ലേ. ഇത് കണ്ട, നമ്മളിപ്പോൾ ഇനി വണ്ണം വെക്കാൻ വേണ്ടി നിർത്തിയാലും നോക്കി ഇവിടെ രണ്ടിങ്ങനെ നിന്ന് ഒക്കെ ഉണങ്ങിപ്പോവും. കണ്ട, വണ്ണൊന്നും വെക്കില്ല, ഇതുപോലെ എന്ത് പറ്റിയാവോ പയറിന്? കണ്ണ് പറ്റിയാവോ? എവിടെ നിന്ന് കണ്ണ് പറ്റാൻ? അല്ല, കണ്ണ് പറ്റിയത് ഞാൻ വെറുതെ പറഞ്ഞു കേട്ടാ, ആളുകളെ തെറ്റിദ്ധരിക്കരുത്, അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നല്ലേ. ഇനി ഇതിലേക്ക് ഒന്ന് വെറുതെ വെള്ളം നനച്ച് വെക്കണ്ട കേട്ടോ. മണ്ണും ഉള്ളിയായിട്ടൊന്ന് ബന്ധം ഉണ്ടാവാനായിട്ട് വെറുതെ നനച്ച് കൊടുക്കാം. അങ്ങനെ ഉള്ളി നടൽ കഴിഞ്ഞു. ഞാൻ അവിടെ പയറിൻ്റെ സരിതേ ചീര മുറിക്കണ എല്ലാം കൂടി മുറിച്ചിട്ട് എന്തിനാ? അതെ, ചീര കൂട്ടാൻ വെക്കാൻ നേരത്ത് മുറിച്ചാൽ മതിയല്ലേ, ആ മുറിച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേ അത് വാടും. ഇഷ്ടംപോലെ ചീരയാ. ഇന്നലെ ചീര തന്നെയായിരുന്നു കൂട്ടാൻ. ഈ പയർ നോക്കിയാൽ ഇത് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതിൽ ഇതായി. അപ്പം ഞാൻ പന്തലൊക്കെ പോലെ. ഇതേതാ വയലറ്റ് പയറാണോ? ഇതെന്ത് പയറെന്ന് അറിയില്ല, ഉണ്ടായി കഴിയുമ്പോൾ അറിയില്ലോ. അവിടെ 4 കാല് കുത്തി, പിന്നെ ഈ ചരട് കാരിയിൽ വലിച്ചു കെട്ടി. അപ്പം അടിപൊളി. ഇനി നമുക്ക് ഈ കൂറക്കിന് പെട്ടി ചെറിയേട്ടൻ ചെയ്ത പോലുള്ള കൃഷി രീതിയാണ് എടുത്തത്. പെട്ടി പൊട്ടിക്കുക എന്ന് പറയില്ല നമ്മൾ, പെട്ടി പൊട്ടിക്കുമ്പോൾ അറിയാം. പെട്ടി വളം അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം പയർ പൊട്ടിക്കാൻ. ഇത്ര കിട്ടി പയർ, അടിപൊളി. മതി. വിളവെടുപ്പ് മോശമായില്ലേട്ടാ, ജൈവല്ലേ, ഭയങ്കരമായിട്ട് കിട്ടുന്നില്ല. അതിനൊക്കെ കിട്ടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. കുമ്പളങ്ങ ഉണ്ടായി തരുന്ന കുമ്പളങ്ങ ഒരു പൂവ് പോലും ഉണ്ടാവുന്നില്ല. ഇത് മറ്റേ കാസോളാര വെള്ളമാണ്. ഇത് നമുക്ക് കയ്പക്കായ്ക്ക് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ. ബെസ്റ്റ് വളമാണ് കേട്ടോ അത്, കയ്പക്കായ്ക്കും. സരിത പാട വലങ്ങി പൊട്ടിച്ചിട്ടില്ല നീ? ഇത് വെറുതെ ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര അത്ഭുതം തന്നെ കേട്ടാ, ഭയങ്കര അത്ഭുതം തന്നെയാണ്. എന്താ അവിടെ അത്ഭുതം? പ്ലാവുമ്മ കേറി പോയിട്ടില്ലേ ആ കുമ്പളങ്ങേ, കുമ്പളം പ്ലാവുമ്മ കേറി പോയിട്ട് നിറഞ്ഞു. ഒരു പൂവ് പോലും ഇതുവരെ ഇട്ടിട്ടില്ല. കുമ്പളത്തിന് ചില ഇതുകളുണ്ട്. തോന്നിയ പോലെ കുമ്പളം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയും. തോന്നിയ പോലെ കണ്ടമാനം കുമ്പളങ്ങി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയും. അത് എന്തിനാ പറയാ, പടുമുള മുളച്ച് തന്നെ ഇതുപോലെ തന്നെ. ഇതിപ്പോ തന്നെ അവിടെ മുളച്ചുണ്ടായതല്ലേ. പടവലയ്ക്ക് പൊട്ടിച്ചോ, മൂക്കും. ഇത് എനിക്ക് മറ്റേ സാധനമായിട്ട് എന്താ പടവലങ്ങണ്ടേ? അതല്ല, കത്രി എടുത്തിട്ടില്ലേ, കത്രി തോന്നോ. കുമ്പളങ്ങി കണ്ടമാനം ഉണ്ടാവണതേ ആപത്ത് കാലത്ത്, കർഷകാലത്താന്ന് പറയില്ലേ, ഒരു ചൊല്ലുണ്ട് ഇതിന്. കണ്ടമാനം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ടാവണതല്ല, തന്നെ പടുമുള മുളച്ചിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ലേ, അതെന്ന് പറഞ്ഞത്. കൃഷി ചെയ്തിട്ട് ഉണ്ടാവണോ അങ്ങനെയാണെങ്കിൽ അവർക്ക് മെച്ചണ്ടാവാ. ഇത് വെണ്ടക്കായ, ഇത് നീളം വെക്കണ ടൈപ്പ് അല്ല. ചെറുത് വെണ്ടക്കായ. അയ്യോ ഇത് ഓടിഞ്ഞു. 2 വെണ്ടക്കായ, 2 വെണ്ടക്കായ കൊണ്ടുപോകൂ. നമുക്കിവിടെ ഒരു നേന്ത്രക്കൊല ഉണ്ടായിട്ടാ. അത് ഞാൻ കുറ്റം പറയുന്നില്ല,
ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ, വലിയ വലിപ്പമുള്ളതൊന്നുമല്ല. കേട്ടാ ഒരു കുഞ്ഞു കൊലയാണ് ഉണ്ടായിട്ടുള്ളത്. മതിയല്ലോ. ഇഞ്ചി തന്നെ വേണം സരിത. ഇഞ്ചി ഇഞ്ചി ഉണ്ട്, കുറച്ച് പൊടി ഉണ്ട്. വേണമെങ്കിൽ ഒരെണ്ണം പറിച്ചു നോക്കാം നമുക്ക്. വല്ലതും ഉണ്ടായിട്ടോ നോക്കാലോ. കിടക്കേ ഉണങ്ങിണ്ട് എൻ്റെ ഇലേ ഇല ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറിച്ചു നോക്കാം. കുറേ സ്ഥാനചലനം സംഭവിച്ചിട്ടുള്ള ഇഞ്ചിയാണ്. പക്ഷെ ഗ്രോ ബാഗിലായ കാരണം കൊണ്ട് അതിന് വലിയ ഇതൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നോക്കിയോ പറിച്ചു നോക്കാലോ നമുക്ക്. പറിച്ചു നോക്കാലോ, ഒന്നുമില്ല. അതിന് എടുക്കുക വേണ്ടോ. ഇതാണ് നമ്മുടെ ഇഞ്ചിയുടെ. ഏതാ പറയാൻ പോണേ? ഇത് ഇല ഉണങ്ങി തുടങ്ങിയില്ലേ. ചെറിയേട്ടപ്പം പറഞ്ഞു പറിച്ചു നോക്കാൻ പറഞ്ഞു. ഇവിടെ ഉണ്ടോന്നറിയാം. എവിടേക്കാ കൊണ്ടുപോകണേ? ഇവിടെ കൊണ്ടിട്ട് ഉണ്ടോ നോക്കാൻ പോകണട്ടാ. ഇത് ഉണ്ടായില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത്. കാരണം ഉണ്ടായില്ലെങ്കിൽ ഇങ്ങനെ തന്നെ അതിൽ കുടിച്ചിട്ടാ മതിയല്ലേ? അല്ല, അത് കുഴിച്ചിട്ടില്ല. ഉറച്ചൂലേ മണ്ണ്? നോക്കിയോട്ടെ. അയ്യോ, ഈ ഇഞ്ചിക്ക് തൊലിയടക്കം. അയ്യോ, ഉണ്ടാവണുള്ളൂ ചേട്ടാ. അല്ലല്ല, ഇത് അത്രയും വലിപ്പായി വന്നേട്ടാ. എന്നാലും ഉണ്ട് കേട്ടാ. നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. കണ്ടാ നോക്കിയേ, നിനക്ക് എഴുകണ്ടേ. അങ്ങനെ മോശമൊന്നല്ല ഇഞ്ചി. ഒരു കടക്ക് അല്ല, എനിക്ക് തോന്നുന്നത് വലുതാവില്ല അല്ലേ? എത്ര വലുതാവില്ല. ഇത് നമ്മൾ ജൈവല്ല സരിത. ഇതില് ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് കണ്ടാ നല്ല എന്തിട്ടാ മണം വരണല്ലേ അതിന്റെ. അതന്നെ. ഇഞ്ചി എരിവ് കൂടണമെങ്കിൽ ഇത്തിരി കൂടി കുറെ ഉണങ്ങി പരുവാവണം. ഉണങ്ങിയല്ല, മൂക്കണം നന്നായിട്ട്. നിക്സന് നില വന്നപ്പോ ചോദിച്ചേ അവിടെ ഇഞ്ചി ഉണ്ടാവണില്ല. അവരവിടെ ഇഞ്ചി ചീഞ്ഞു പോവാന്ന്. വെള്ളമൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഇഞ്ചി ചെയ്യും. വെള്ളം പാടില്ല ഇഞ്ചി. ഇഞ്ചിക്ക് എരിവ് ഉണ്ടാവണമെങ്കിൽ ഇത് നന്നായി ഈ അതിലേക്ക് ഉണങ്ങി കഴിഞ്ഞാൽ എരിവ് കൂടാ. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയപ്പോ പറക്കണ്ട. ഇനി പറക്കണില്ല. ഞാൻ ഒരെണ്ണം നോക്കിയത് കൊറേ നാളത്തേക്കായി. അതിപ്പോ എന്തോരം നാളത്തേക്ക് ഇഞ്ചി കണ്ട. അപ്പൊ നമുക്ക് ഒരു 10 നമ്മുടെ വീട്ടിലുള്ളാവുമ്പോ വാങ്ങിക്കണം ഇഞ്ചിയിൽ അത്രക്ക് ഇടും വേണ്ട, കുറച്ച് മതി. ഒരു 10-20 കട ഇഞ്ചിന് നമുക്ക് ധാരാളമായില്ലേ. 20 കടയല്ല കടാ നോക്കിയേ. കടാ 1/2 കിലോന് മീതെ ഇഞ്ചി കിട്ടിയിട്ട് നമുക്ക്. മോശമാണോ ലാഭമാണോ? 1/2 കിലോന് മീതെ ഇഞ്ചി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഈ ബുദ്ധി എന്താ മുൻപ് തോന്നാനിരുന്നേ? ആർക്ക്? എനിക്ക്. എന്തിട്ട് ഇഞ്ചി നടാനാ? ഇഞ്ചി നട്ടുണ്ടായിരുന്നു ഉണ്ടാവാഞ്ഞത്. അല്ല, അതിലൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ഞായറാഴ്ച കാലത്ത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് മോശപ്പെട്ടില്ലേ അല്ലേ സരിത? കേട്ടോ, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിട്ടാ. ഇനി ഇതിവിടെ മത്തങ്ങിൻ്റെ ഒന്ന്, പിന്നെ അവിടെ സരിത നിൽക്കുന്നവിടെ തരണം. അവിടെ ഉണ്ട് നിന്റെ കാലിൻ്റെ അവിടെ കണ്ട. അവിടെ ഇല്ലേ ഓടുമേ? ഇനി ഉണ്ടാവണുണ്ട്. ഈ ജൈവ കൃഷി ആകുമ്പോൾ നമുക്കേ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അല്ലാണ്ട് ഭീകരമായ വിളവെടുപ്പ് കൂടുതലുണ്ടാവൂട്ടാ. എന്നാലും എനിക്ക് ഒരു പരിധിയുണ്ട്. നമ്മുടെ ചോളാക്കില്ലേ, ചോളം ഒക്കെ പൂവിട്ടുണ്ട്. അല്ല, പൂവിട്ടില്ല, ഒക്കെ ഉറ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഉറ കെട്ടി വെച്ചു. അണ്ണാറക്കണ്ണന്മാർ വന്ന് പെടച്ചു തുടങ്ങി. തത്തമ്മകൾ വന്നിട്ട് ഇനി ദിവനില്ലേ, ഇത് ഉപയോഗപ്പെടുത്തണം. പിന്നെ കോളിഫ്ലവർ, കാബേജിൻ്റെ തൈകൾ വന്നു തുടങ്ങി. അതിനുള്ള സ്ഥലം ഒരുക്കണം നമുക്ക്. അങ്ങോട്ട് പോയി ജ്യൂസ് കുടിക്കാൻ ഏറ്റവും സന്തോഷമുള്ള കാര്യം കയ്പക്കായ കിട്ടിയത് നമുക്ക്. ഇഞ്ചിയും അടിപൊളി കേട്ടോ. നമുക്ക് ഇപ്പോൾ എന്തോരം ഇഞ്ചി കിട്ടും നമുക്ക്. ഒരു കൊല്ലത്തിക്കുള്ള ഇഞ്ചി അല്ലേ ഉണ്ട്. അല്ല, എല്ലാം കൂടിയിട്ടാകുമ്പോൾ ഉണ്ടാവുന്നു. ഇപ്പൊ ഈ ഒരു കടയിൽ ഇപ്പൊ ഇത്രയ്ക്ക് ഉണ്ടായില്ലേ, ഇത്രയ്ക്ക് വെച്ചിട്ട് തന്നെ എല്ലാ കടയിലും ഉണ്ടാവുന്നു. അപ്പൊ ഒരു 10-30 മൂട് ഇഞ്ചിണ്ട്. അപ്പൊ 15 കിലോ കണക്കൂട്ടലൊക്കെ നിർത്തിക്കുക. എല്ലാത്തിലും ചാർലി മലർപ്പൊടിക്കാരുടെ സ്വപ്നം എന്ന് പറഞ്ഞ പോലെ. ഇത് വിറ്റിട്ട് ഞാൻ ഇതാക്കുന്നില്ല. അല്ല, വിറ്റിട്ടല്ല, ഒരെണ്ണത്തിൽ ഇത്രയുണ്ടെങ്കിൽ അതിൽ ഇത്രയുണ്ടാവും. അപ്പൊ ഇതുപോലത്തെ ഇത്ര ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കണക്കൂട്ടലേ.